കള്ള് കുടിച്ചു കഴിഞ്ഞാൽ ആരെയും തെറി വിളിക്കുന്ന ചിലരുണ്ട്. അവർക്ക് കള്ള് വാങ്ങിക്കൊടുത്താൽ എതിരാളികളെ തെറി വിളിപ്പിക്കാം. ഇത് മലയാളികളുടെ ഒരു ശീലമാണ്. മലയാളികളിൽ ചില കുടിയന്മാരുടെ ശീലമാണ്. എന്തായാലും ഇപ്പോൾ ജി സുധാകരൻ എന്ന വിപ്ലവ സിംഹം, പണ്ടത്തെ വിപ്ലവ സിംഹം അതുപോലെ ആയിരിക്കുന്നു. നനഞ്ഞ ഓന്തായി സുധാകരൻ മാറിയിരിക്കുന്നു. ഓന്ത് പലപ്പോഴും നിറം മാറുമല്ലോ, അതുപോലെയാണ് സുധാകരൻ. രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണ് UDF സുധാകരനെ തങ്ങളിലേക്ക് എടുത്തത്. പക്ഷേ അത് UDFന് വിനയായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ സുധാകരനല്ല വേറൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയാലും ജയിക്കുമായിരുന്നു. കാരണം ആഞ്ഞടിച്ചത് UDF തരംഗമാണ്. ആ തരംഗത്തിലാണ് സുധാകരനും ജയിച്ചു കയറിയത്. ജയിച്ചു കയറിയ ശേഷം സുധാകരൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് താൻ വെറും വലിയ വിപ്ലവ നായകനാണ് എന്നാണ്. അമ്പലപ്പുഴയിൽ താനല്ലായിരുന്നെങ്കിൽ ജയിക്കില്ല എന്ന മട്ടിലാണ് സുധാകരൻ്റെ ഭാവം. എന്തായാലും റജി ചെറിയാൻ വൃത്തിയ കൊടുത്തിട്ടുണ്ട്. UDF MLA ആയ റജി ചെറിയാനോട് പോയി ചൊറിഞ്ഞു, വൃത്തിയ കിട്ടി. എന്തായാലും സുധാകരൻ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ പിണറായി വിജയനെ രണ്ട് പറയാൻ മടിക്കുന്നില്ല. പിണറായി വിജയൻ്റെയും KN ബാലഗോപാലിൻ്റെയും പ്രകടനം മോശമാണ് എന്നാണ് സുധാകരൻ്റെ കണ്ടെത്തൽ. മാത്രമല്ല പിണറായി വിജയൻ നനഞ്ഞ കോഴിയെ പോലെയാണ് നിയമസഭയിൽ എന്നും സുധാകരൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു. വ്യക്തിപരമായ അധിക്ഷേപം ആണ്. ഈ പറഞ്ഞതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. രാഷ്ട്രീയമായി ഒരാളെ എതിർക്കാം. പക്ഷേ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ വ്യക്തിപരമായി എതിർക്കുന്നതിനോട് പൊളിറ്റിക്സ് കേരളയ്ക്ക് യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കോമാളിയായി സുധാകരൻ മാറിയിരിക്കുന്നു. പിണറായി വിജയൻ നനഞ്ഞ കോഴിയാണെങ്കിൽ നനഞ്ഞ ഓന്താണ് സുധാകരൻ. ഓന്തിനെ പോലെ നിറം മാറുന്ന സുധാകരൻ. CPMലെ സംസ്ഥാന കമ്മിറ്റിയിലുള്ള പ്രമുഖ നേതാക്കളാരും ഇതിന് സുധാകരന് മറുപടി പറഞ്ഞില്ല. കാരണം അവർ സുധാകരനെ അവഗണിക്കുകയാണ്. സുധാകരനെ അവർ തള്ളിപ്പറഞ്ഞതുമില്ല, എടുക്കുന്നുമില്ല, കൊടുക്കുന്നുമില്ല എന്ന മട്ടിലാണ്. സുധാകരൻ്റെ വഴിക്ക് പോട്ടെ എന്നൊരു നിലപാടാണ് പ്രമുഖ നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ സലാം, അമ്പലപ്പുഴയിലെ മുൻ MLAയും സുധാകരൻ്റെ ശിഷ്യനുമായ, സുധാകരൻ്റെ അടുപ്പക്കാരനുമായിരുന്ന സലാം കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരനോട് മത്സരിച്ച് തോറ്റ സലാം കണക്കിന് കൊടുത്തിരിക്കുന്നു. പിണറായിയുടെ ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യത സുധാകരനില്ല എന്ന് സലാം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. പിണറായി വിജയൻ്റെ ഔദാര്യമാണ് സുധാകരൻ്റെ അഴിമതിരഹിത പ്രതിച്ഛായയെന്നും സലാം പറഞ്ഞു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സുധാകരൻ പിരിച്ച 2021 തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സുധാകരൻ പിരിച്ച 50 ലക്ഷം രൂപ ആരുടെ അക്കൗണ്ടിലേക്ക് പോയി എന്ന സലാമിൻ്റെ ചോദ്യം പ്രസക്തമാണ്. മുമ്പ് DYFI നേതാവ് ഈ ആരോപണം ഉന്നയിച്ചിരുന്നു. 2021 സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്ന് അദ്ദേഹം തന്നെ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ സ്ഥാനാർത്ഥിയാകുന്നതിന് വേണ്ടി ഇലക്ഷൻ പ്രചരണത്തിനായി 50 ലക്ഷം രൂപ പലരിൽ നിന്നും പിരിച്ചു. പക്ഷേ സുധാകരന് പകരം സലാമിനെയാണ് CPM സ്ഥാനാർത്ഥിയാക്കിയത്. ഈ 50 ലക്ഷം രൂപ സുധാകരൻ പോക്കറ്റിലിട്ടു. അത് സുധാകരൻ്റെ അക്കൗണ്ടിലേക്കാണോ മകൻ്റെ അക്കൗണ്ടിലേക്കാണോ പോയത് എന്ന സലാമിൻ്റെ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. സലാം അമ്പലപ്പുഴയിൽ നിന്ന് കഴിഞ്ഞ തവണ 2021 വിജയിച്ചു. DYFI നേതാവ്, ആലപ്പുഴയിലെ പ്രമുഖ DYFI നേതാവ് സുധാകരനെതിരെ ആരോപണം ഉന്നയിച്ചു. പക്ഷേ പാർട്ടി ഇടപെട്ട് ആ ആരോപണത്തിന് വലിയ മൈലേജ് ഉണ്ടാക്കിയില്ല. അല്ലെങ്കിൽ സുധാകരൻ അന്നേ നാറുമായിരുന്നു. CS സുജാതയെയും പ്രതിഭയെയും ഒക്കെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ കൊണ്ട് അവഹേളിച്ചു സുധാകരൻ.
ആ സുധാകരനെ ചുമക്കുന്നത് UDF ഇനി ബാധ്യതയായി മാറും. ഇപ്പോൾ റജി ചെറിയാനുമായുള്ള പ്രശ്നം കഴിഞ്ഞതേ ഉള്ളൂ. മാത്രമല്ല, നിയമസഭയിൽ സുധാകരൻ സംസാരിക്കാൻ എണീറ്റപ്പോൾ ഭരണപക്ഷാംഗങ്ങൾ കൈയടിച്ചപ്പോൾ സുധാകരൻ പറഞ്ഞത് ഞാൻ സ്വതന്ത്ര MLA ആണ് എന്നാണ്, ആരും കൈയടിക്കരുത് എന്നൊക്കെയാണ്. എന്തായാലും സുധാകരൻ വലിയ ബാധ്യതയായി UDF മാറും. ഇടതുപക്ഷത്തെ അടിക്കാൻ കിട്ടിയ ഒരു വടിയായാണ് സുധാകരനെ UDF ഉപയോഗിച്ചത് അമ്പലപ്പുഴയിൽ. പക്ഷേ നാവിന് ബ്രേക്കില്ലാത്ത, എല്ലില്ലാത്ത നാവ് കൊണ്ടെന്ന് പറയാമല്ലോ, അങ്ങനെയുള്ള സുധാകരൻ വരും ദിവസങ്ങളിൽ UDF വലിയ ബാധ്യതയായി മാറും. മാത്രമല്ല, CPM സുധാകരൻ്റെ അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവന്നാൽ, നാറിയ അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവന്നാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും G. സുധാകരന്.